അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സംഭവം ഈ രക്ഷയും സംരക്ഷണവും വരണത് ചേർന്ന് നിൽപ്പിന്നാ വരണത്. നിങ്ങൾ ഇടപെടി എടുത്തിട്ട് അതിൻ്റെ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അത് അനുഷ്ഠാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരണ്ട അനുഷ്ഠാനങ്ങളും വരണ്ട ആചാരങ്ങളും അനാചാരങ്ങളായി മാറും. ആചാരമില്ലേ? ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ? ഉപ്പിടുമ്പോഴൊരു ആചാരമുണ്ട്, ഉടമ്പടി തൈലം തേക്കുമ്പോഴൊരു ആചാരമുണ്ട് ഇല്ലേ? ഉടമ്പടി തൈലം എടുത്ത അപ്പം തന്നെ ആചാരം ചെയ്യും. ഈ ആചാരം അർത്ഥമറിയാതെ ചെയ്താൽ എന്ത് പറ്റും? ആചാരത്തിന് എന്ത് പറ്റും? അതിനാണ് അനാചാരം എന്ന് പറയണത്. അർത്ഥമറിയാതെ ആചാരം ഒത്തിരി പേർക്ക് ചെയ്യുവേ, എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കാട്ടിക്കൂട്ടുന്നു. അർത്ഥം അറിയാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താ വിചാരിക്കണത്? പറയണത് അനാചാരം എന്ന് പറയും. ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണമെന്ന് അവർക്ക് ബോധമില്ല. അനാചാരം എന്ന് പറഞ്ഞ ആചാരം എന്ന് പറഞ്ഞ ഒരു ബോധമാണ്. അർത്ഥം അറിഞ്ഞ് ചെയ്യണം. ഇപ്പം തന്നെ ഈ ശ്രീജയുടെ കാര്യം തന്നെ എടുത്ത്, ശ്രീജയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാനും വെള്ളമില്ല, തേപ്പിനും വെള്ളമില്ല. കുടിക്കാനും വെള്ളമില്ല അവിടെ. കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്. അത് നമുക്ക് ഒരു 10 ബക്കറ്റ് കിട്ടുമ്പോൾ കിണർ പറ്റിപ്പോവും. 10 ബക്കറ്റ് വെള്ളം കിടക്കുമ്പോൾ കിണർ പറ്റിപ്പോവും. കുടിക്കാനും പറ്റണില്ല. ഇപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ. അപ്പോൾ കുടിക്കാനും വെള്ളമില്ല, വീട് തേക്കാനും വെള്ളമില്ല. അപ്പോൾ അവളെന്ത് ചെയ്യും? അവൾ കൊണ്ടുവന്ന ശേഷം ഉടമ്പടി ഉപ്പെടുത്ത്, നമുക്ക് ഉടമ്പടി ഒരു ജീവിതമാണല്ലോ. ഉടമ്പടി ഇരിക്കുന്നവർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആദ്യം ഒറ്റ ശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ്, ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല. ഉടമ്പടി ബുക്ക് എഴുതണ ഒരു 72 മണിക്കൂറുണ്ട്. 75 പേജ് 72 മണിക്കൂർ കൊണ്ട് എഴുതണതാണ്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം. ആദ്യം തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി. അയാളെന്നെ വിളിച്ച്, അച്ഛാ ഞാൻ തേൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞ്. രതീഷാണ് അന്ന് തേൻ നിറക്കണം ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേലുമാക്ക്. തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്യില്ല, അത് കർത്താവിന് കാഴ്ചവെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് നീ കർത്താവിന് കാഴ്ചവെച്ചാൽ മതി എന്ന് പറഞ്ഞ്. തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കണമെന്ന്. തേൻ ബൈബിളിലുള്ളതല്ല, അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ്. ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം. ആ 75 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത്. ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൽ ബുദ്ധിപരമായിട്ട് ഓരോ സംഭവങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഇവിടെ കമ്മിറ്റി കൂടി സെനറ്റ് കൂടി തീരുമാനിക്കണമല്ല സംഭവം. ഇവിടെ കോൺഫറൻസ് കൂടിയിട്ട് തീരുമാനിക്കണമല്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ല. ഒറ്റയടിക്ക് വന്ന വെളിപാടുകളാണ്. ആ വെളിപാടുകൾ ഒന്നിൻ്റെ അകത്ത് ബൈബിൾ കണ്ടൻറ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ തല്ലാണ് കിട്ടിയിരിക്കണം ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ പ്രശ്നത്തിന് അതിൻ്റെ കാരണങ്ങളുണ്ട്. അയാളെ തല്ലാനുള്ള കാരണങ്ങൾ. അയാളുടെ തേൻ കച്ചവടം പുറത്ത് നടക്കണുണ്ടായിരുന്നു. അതാണ് സംഭവം. അതിന് പൂട്ടുവീഴുന്ന വിചാരിച്ചതിൻ്റെ പുള്ളിക്കാരൻ കാണിച്ചതാണ്. പക്ഷെ നമ്മൾക്ക് വിവേചനമുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി അതല്ല പ്രശ്നം. കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയണത് കർത്താവ്. ഇതിനൊരു വിവേചനമാണ്. അവൻ്റെ കടുത്തേക്ക് കയറി അവനെതിരെ കൊണ്ടുപോയി ഹലാളാകണമല്ല പ്രശ്നം. ആ പാഠത്തിൻ്റെ അകത്തൊരു പാഠമുണ്ട്. അതറിയണമെങ്കിൽ ഒരു ജ്ഞാനവരം വേണം. ഉടമ്പടി നിശബ്ദതയുടെ പ്രാർത്ഥനയാണ്. ഉണ്ടായിട്ടുള്ളതിന് അവൻ മൂലമാണ്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടുന്നത്. Take the word of God. യോഹന്നാൻ 1:3. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. 1:3. സമസ്തവും അവനിലൂടെ ഉണ്ടായി. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. ഇത് വിവേചിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് വിവേചിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ലോകത്താന്മാരായി പോകും. എല്ലാം മാനുഷികമായിട്ട് എടുക്കും, എന്നിട്ട് മുറിവേക്കും, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറും. അപ്പം ജഡിക അരൂപിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്.
ജഡാരൂപിയാണ്. ഒരു മനുഷ്യൻ്റെ 3 അരൂപിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ. ഒന്ന് ജഡാരൂപി, ഒന്ന് ലോകാരൂപി, ഒന്ന് ദൈവാരൂപി. നമ്മളിതിൻ്റെ ഈ പ്രൊപ്പോർഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ജഡിക മനുഷ്യൻ എന്ന് പറയും, ബൈബിൾ പറയും. അപ്പോൾ അവന് 10% ജഡാരൂപി ആയിരിക്കും. അപ്പം ജഡിക മനുഷ്യന് വെളിപാടുകൾ പോഷത്വമാണെന്ന് പറയുന്നുണ്ട് ബൈബിള്. ജഡിക മനുഷ്യന് ദൈവികമായ കാര്യങ്ങൾ പോഷത്വമാണ്. അപ്പം അവനോട് കർത്താവ് പറയും, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ കൊണ്ട് വെതറിയിട്ട് കാര്യമില്ലെന്ന് പറയും. അതാ കാരണം ജഡിക മനുഷ്യൻ എല്ലാം നിങ്ങളിപ്പോൾ സംഭവിച്ചു ഉടമ്പടി ഇങ്ങനെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും പെട്ടെന്ന്. പക്ഷെ ജഡിക മനുഷ്യൻ നീ കൈവിട്ട് കളയരുത്. ഈ ജഡിക മനുഷ്യൻ്റെ എവിടെയെങ്കിലും ഒരു കനൽ കാണും. അവന് നീ എപ്പോഴും ഇങ്ങനെ ആത്മഭാരത്തോടെ പിന്തുടരണം. അത് നിൻ്റെ ഭർത്താവായിരിക്കാം, ഇപ്പം നിന്നെ അംഗീകരിക്കണില്ല, അത് നിൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മരുമകളായിരിക്കാം. അവൾ നിന്നെ എതിർക്കുന്നുണ്ട് ഉടമ്പെടുക്കുന്നതിൽ. കാരണം എന്താ കഴിഞ്ഞാൽ അവളെ നാത്തുവിനോട് അവൾക്ക് ഭയങ്കര വെറുപ്പാണ്. നാത്തുവിനോടുള്ള വെറുപ്പ് അവളെടുക്കുന്ന ഉടമ്പടിയോടും കൂടി കൊടുക്കും. എല്ലാ കാര്യങ്ങൾക്കും ഇത് അട്രിബ്യൂട്ട് ചെയ്യും, ആ വെറുപ്പ് അട്രിബ്യൂട്ട് ചെയ്യും, ചെയ്യും ഇങ്ങനെ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നീ ഫോളോ ചെയ്യണം. ഈ പിന്നെയും നമ്മൾ ഫോളോ ചെയ്യണം. പത്രോസും യൂദാസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന്, കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ കെട്ടിത്തൂങ്ങിയവനാണ് യൂദാസ്. കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ പിന്നെ ഫോളോ ചെയ്ത ആളാണ് പത്രോസ്. രണ്ടും ശിഷ്യന്മാരാണ്. രണ്ടിൻ്റെയും കയ്യിൽ നിന്ന് വിട്ടുപോയി. ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവുമായിട്ടുള്ള ശിഷ്യത്വത്തിൻ്റെ യാത്രയിൽ ചിലപ്പോൾ സമയത്ത് ഈ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും യൂദാസ് ഉടനെ നിരാശപ്പെട്ട് കെട്ടിത്തൂങ്ങും. തിരിച്ചു വരവ് സാധ്യമല്ലെന്ന് മനസ്സിലാകും. കാര്യം അവനുള്ളിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ലെങ്കിൽ നീ തിരിച്ചു വരാൻ പാടായിരിക്കും. അവനെക്കുറിച്ച് കർത്താവ് പറയണത് പാഴ് ജന്മമായി പോയത്. ദൈവസ്നേഹം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്താ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞത് അല്ലേ? യൂദാസിനെക്കുറിച്ച് കർത്താവിൻ്റെ റിപ്പോർട്ട് എന്താ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ് ജന്മമായിപ്പോയി. ദൈവസ്നേഹമുള്ള പത്രോസ് എന്ത് പറ്റിയാണ്, പുള്ളിക്കാരൻ തള്ളി പറഞ്ഞതാണ് ഇല്ലേ? തള്ളി പറഞ്ഞിട്ടും പിന്നെയും പുള്ളി കർത്താവിനെ അകലെ നിന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് അകലെ നിന്ന് അനുഗമിച്ചു. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 22:54. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതായത് ഇങ്ങനെയെല്ലാം സംഭവിച്ചു. പത്രോസിനെ ഡിസോൺ ചെയ്തതാണ് ക്രിസ്തു തന്നെ. ബൈപ്പേഴ്സ് നമ്മൾ ഡിസോൺ ചെയ്യുന്ന സമയമുണ്ട്. ബൈബിളിലുള്ളതാണ്, ആധ്യാത്മികതയിലുള്ളതാണ്. നിങ്ങളുടെ ഉടമ്പടി തന്നെ നിങ്ങൾ എത്ര കർക്കശമായിട്ട് ഉടമ്പടി ചെയ്താലും ദൈവം പിന്നെ നിങ്ങളെ ഡിസോൺ ചെയ്യും. അപ്പോൾ ഈ ആധ്യാത്മിക അകത്തുള്ള പാക്കേജിനെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കാലനായിട്ട് മാറും. കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളൊക്കെ കാലനായിട്ട് മാറും. കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് 10 ദിവസം ആളൂരി വെട്ടിയത്, അല്ലാതെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും അവൻ്റെ പെണ്ണുമ്പിള്ളനെ രക്ഷിക്കാനും മക്കളെ രക്ഷിക്കാനും അല്ല. കർത്താവ് രക്ഷിക്കാനാണ് വാളൂരി വെട്ടിയത്. പക്ഷേ ആ ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് 10 ദിവസം കർത്താവ് എന്താ പറഞ്ഞത്, നിൻ്റെ വാള് ഉറയിലിടുക. അതാ സംഭവം. എന്നെ നീ വാളെടുത്തൊന്നും രക്ഷിക്കേണ്ട കാര്യമില്ല. ഡിസോൺ ചെയ്ത് വാള് കർത്താവിന് വന്നിരിക്കുന്ന പ്രശ്നം വെച്ചാൽ ആ ഒറ്റ വർത്തമാനത്തിൽ 10-200 പേര് വടിവാളം കൊണ്ട് നിൽക്കുകയല്ലേ. പന്തങ്ങളും വിളക്കുകളും കുന്തങ്ങളുമായിട്ട് അവർ വന്നിരിക്കണമല്ല കക്ഷിയിൽ. ആ മുമ്പിലാണ് നിന്നുകൊണ്ടാണ് വാള് ഉറയിടാൻ പറയുമ്പോൾ പത്രോസ് നിരായുധനായി പോകും. നിൻ്റെ ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ ക്ഷമ, ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ സഹനം നിന്നെ ഭൗതികമായിട്ട് നിരായുധീകരനാക്കും. നിൻ്റെ പണം എന്ത് ഉടമ്പടിയെടുത്ത് എന്ത് പറ്റി? കുറേ പൈസ നഷ്ടപ്പെട്ടു. ഉടമ്പടിയെടുത്ത് എന്ത് പറ്റി? കുറേ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടു. ഉടമ്പടിയെടുത്തിട്ട് എന്ത് പറ്റി? കുറേ കാര്യങ്ങൾ
പഴയ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു വില ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വിലയില്ല. അവിടെ ഒരു 10 ജീവിയാണ്. മുന്നിക്കെട്ട് ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടത്തില്ല. പിന്നെ എന്നാ പ്രശ്നം? മുമ്പത്തെക്കാളും നമ്മുടെ സ്റ്റാറ്റസ് പോയി. ലോ സ്റ്റാറ്റസിങ് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപിതമായ പ്രയോഗ വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിൽ ഒരു സെക്കൻഡ് പൗരനായിട്ട് മാറും കുടുംബത്തിലെ. പണ്ട് നമ്മുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ കാപ്പി എടുത്താലും കുടിക്കത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ പോലും കുടി. നമ്മളിൽ അവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നമുക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് 4 മണിക്ക് കാപ്പിയാണ്. നമ്മുടെ ആരും എടുത്ത് കുടിക്കത്തില്ല. എന്താ കാര്യം? നമ്മുടെ സ്വഭാവം അറിയാം. അടി മോന്തക്കെട്ട് പാർസൽ കിട്ടുമെന്നറിയാം. അടി മോന്തക്കെട്ട് പാർസൽ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ആ രാജ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ കാപ്പി അവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ അറിയാം, അമ്മ ക്ഷമിച്ചു, ആൻറ്റി ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവനെടുത്ത് കുടിക്കും. അത് നാട്ടുണ്ട്. നമ്മളവിടെ വാക്കിന് നമ്മുടെ സാന്നിധ്യത്തെ പോലും നമുക്ക് വിലയില്ലാതായി മാറുന്നു. ആരെപ്രതിയാണ് നീ ഇങ്ങനെ വിലയില്ലാണ്ടായത്? നമ്മളെല്ലാവരെയും പ്രതി വിലയില്ലാണ്ടായവൻ്റെ നാമത്തിലാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉപേക്ഷിക്കുവാൻ, നിന്നെ മാത്രം അനുഗമിക്കുവാൻ ആരാധനയോടെ ഞങ്ങൾ അഭിഷേകിക്കുന്നു. മാനുഷികമായ ശക്തിയുണ്ട്, മാനുഷികമായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഉടമ്പടിയിൽ ഇതാണ് നമ്മൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നത്. കർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റില്ലേ അവർ? ആ സ്റ്റാറ്റസ് അവർ ചേഞ്ച് ചെയ്യണമാണ്. കർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ അവർ ഉരിഞ്ഞു മാറ്റിയായിരുന്നു. അർത്ഥം ഇവൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യും. ഒരു പിതാവുമില്ല, ഒരു മാതാവുമില്ല, ആരുമില്ല. ഒറ്റക്ക് തല്ല്, തുണക്കെട്ടി ഒറ്റക്ക് തല്ലി. തല്ലുകൊള്ളുന്ന യേശു ഒരു പവറാകണമെന്ന് പറഞ്ഞ് തല്ലുകൊള്ളുന്ന യേശു, കെട്ടി യേശു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊക്കെ കൈകെട്ടി യേശുവല്ലേ, നമ്മളാ കൈകെട്ടിയിരിക്കണേ. പിന്നെ യേശുവിനെ കാണുമ്പോൾ അതായത് മനുഷ്യൻ്റെ പവറിൽ നിന്ന് മാറിയിട്ട് ഡിവൈൻ പവർ സ്വീകരിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നുണ്ട്. ഉടമ്പടിയിൽ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. ഉടമ്പടിയുടെ പ്രയോഗത്തിൽ നിനക്ക് സ്റ്റാറ്റസ് ലോ ചെയ്യേണ്ടി വരും. നിൻ്റെ ഉടുപ്പുകൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നു. എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പ് നീ ചെറുതാകുന്നു, കൊച്ചാകുന്നു. നിനക്ക് പണ്ടുണ്ടായിരുന്ന വിലയില്ലാണ്ടാകുന്നു. ഈ വിലയില്ലാണ്ടാകണത് ഒരു കൃപയുടെയും മഹത്വത്തിൻ്റെയൊക്കെ വഴികളിലൂടെയുള്ള ഈ മാനുഷികമായിട്ടുള്ള കുറേ സ്റ്റാറ്റസുകൾ. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കുക, പ്രകൃത്യാ ഉള്ള കാര്യങ്ങളൊക്കെ കുറപ്പം ചേഞ്ച് ചെയ്ത് വരും. പ്രകൃത്യാ ടേക്ക് ദ ബെഡ് ഫോർ ഫിലിപ്പീൻസ് 2:7. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ, നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ക്രിസ്തു എങ്ങനെയാണ് മഹത്വം പ്രാപിച്ചത്? അതേ പ്രോസസ് ആൻഡ് ഫോർമുലയാണ് ഉടമ്പടി ലോ സ്റ്റാറ്റസിങ്ങിന് വരണത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് മെയ്യനങ്ങാതെ ഉടമ്പടി ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഉടമ്പടി സത്യത്തിൻ്റെ പ്രാർത്ഥനയാണ്, സത്യത്തിൻ്റെ ജീവിതമാണത്. അതിങ്ങനെ ലോ സ്റ്റാറ്റസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞ എന്താ അറിയാമോ? എനിക്ക് ആൾക്കാരെ കാണില്ല. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച്, ഞാൻ വേദപാഠ അധ്യാപകയാണ്, പക്ഷേ എനിക്ക്
പൊതുജനങ്ങളെ കൺവിൻസ് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ക്രിസ്തുവിനെക്കുറിച്ച്. പക്ഷെ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണില്ല. എന്താണ്, അവരെ ബോധ്യത്തിലെടുക്കാൻ പറ്റണില്ല. സോ ഞാൻ എന്ത് ചെയ്യും, വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആധ്യാത്മിക വില്ലനാണ്. ഒന്നിലും കോസാത്ത, ഒന്നിലും പതറാത്ത ഒരു മനുഷ്യൻ. 40 കൊല്ലം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പപ്പ. അവളുടെ മകനാണ്. പപ്പ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പപ്പ പറഞ്ഞ കാട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ ഞെട്ട് നമ്മൾ. പപ്പയ്ക്ക് ഇങ്ങനെ ഒരു മകൾ ജനിക്കാൻ സാധ്യതയുള്ളൂ. പപ്പ 40 വർഷം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവിടെ വീട്ടിൽ പപ്പ പറയണത്, ഞാൻ ഓട്ടോ ഓടിക്ക് രാവിലെ വരുമ്പോൾ ഞാൻ വഴിവെക്കൽ എപ്പോഴും ഒരു അമ്മ ഇരിക്കണ കാണും. അപ്പം ഞാൻ ഉച്ചക്ക് ചോറ് കെട്ടുമ്പോൾ ഞാൻ ഒരു ചോറ് കൂടി കെട്ടിയെടുക്കും. എന്തിനാണ്, ആ 12 മണിയാകുമ്പോൾ 12:30 ആകുമ്പോൾ ഞാൻ അമ്മച്ചിട്ട് എനിക്ക് സാമ്പത്തികമായ ഒരു ക്ലേശം പഠിപ്പിക്കണം, കുടുംബക്കാരും നോക്കണുണ്ട്. അവർ അതറിയില്ല. ഓട്ടോറിക്ഷയുടെ വരുമാനം കൊണ്ട് ഒരു കൊല്ലത്തോലുമാണ് അധ്യാപകനാണ്. ചിലർ വിചാരിക്കുകയെ നമ്മുടെ ജോലിയല്ല, നമ്മൾ ഒരു പണിയും ഇല്ലാത്തവരാണ് പള്ളിയിൽ പോയി പണി ചെയ്യണത്. അല്ലെങ്കിൽ അവർക്കൊക്കെ തിന്നാനുണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ. അവർക്ക് പള്ളിയിൽ പോയി പണി ചെയ്താൽ എന്താ കുഴപ്പം? എല്ലാവരും അങ്ങനെ വിചാരിക്കണത്. അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഭാര്യ ഭർത്താക്ക പറയും, വേറെ ആൾക്കാർ ജോലി പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്, നിങ്ങളെ പള്ളിയോട് അടുപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ പള്ളിയോട് കൂദാശകളാണെന്ന് പറയും, നിങ്ങൾ സ്വന്തം വികാരിച്ചെടുത്ത് കുമ്പസാരിക്കാൻ പറയും. എന്താ കാര്യം, എവിടെ നിന്നാണ് സാക്രമെൻ്റ് നിങ്ങൾ സ്വീകരിച്ചത്, ദൈവം നിങ്ങളെ എവിടെ നിന്നാണ് നിങ്ങൾ കൂദാശ സ്വീകരിച്ചത്, ആ കൂദാശയുടെ ഉറവിടങ്ങളിലേക്ക് സഭയെ തിരിച്ചു കൊണ്ടുപോകണം. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, ഇപ്പോൾ ടെസ്റ്റ്, അതുപോലെ തന്നെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്, അവരൊരു ഗ്രൂപ്പ്, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഞാൻ ഈ ഗ്രൂപ്പുകളൊക്കെ ഒന്നും വിമർശിക്കുകയല്ല, ഇന്നത്തെ ഉള്ള ആൾക്കാർ സ്വയം വിമർശിക്കാൻ വേണ്ടി ഞാൻ പറയണതാണ്. അതായത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, സഭയുടെ അകത്ത് നിന്നുകൊണ്ട് മറ്റൊരു സഭ ഉണ്ടാക്കരുത്. സഭയുടെ കൂടെ നിന്നുകൊണ്ട് സഭയെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഗുണം അതാണ്. കാര്യം സഭയെ ബലപ്പെടുത്തും. അതിപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ അവന് തോന്നും. 10 മിനിറ്റ് അവിടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ തോന്നും. അപ്പോൾ സഭയിലേക്ക് ഐക്യപ്പെടുത്തുകയാണ്. ആരെയും മതം മാറ്റുന്നില്ല. പക്ഷേ എന്താ ചെയ്യണത്, അവരുടെ മനസ്സ് മാറ്റി അവരുടെ സങ്കടങ്ങളിൽ അവരെ ചാരി നിൽക്കാൻ അവർക്ക് ബലമുള്ള തൂണ് കൊടുക്കുന്നുണ്ട്. അതാണ് ഉടമ്പടി. അതാണ് മെർലിൻ പറഞ്ഞത്, എനിക്ക് തളരുമ്പോൾ ചാരി നിൽക്കാൻ ഒരു തൂണാണ് ഉടമ്പടി എന്ന്. അതാണ് ഉദ്ദേശിക്കുന്നത്. തളർച്ച എല്ലാവർക്കും ഏത് സമയത്തും വരാം. പക്ഷേ ചാരി നിൽക്കാൻ, ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, 40 കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഈ കുടുംബം പോറ്റണത്. കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയത്, ഈ പ്രായമായ അമ്മയെ നോക്കണം, എല്ലാം അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി അദ്ദേഹം ഉടമ്പടി ജീവിക്കുകയാണ്. അതുകൊണ്ട് പപ്പ പണ്ട് ഉടമ്പടി എടുത്ത സമയത്ത്, പപ്പ ഇപ്പോഴും ഉടമ്പടിയിലാണ്, പപ്പയുടെ ഉടമ്പടിയുടെ പത്രം ഞാനാണ് പപ്പയും കൂടെ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. അപ്പനും മകളും കൂടിയാണ് പത്രം കൊടുക്കാൻ പോണത്. ഇപ്പോഴത്തെ ഈശോ പറഞ്ഞായിരുന്നു എൻ്റെ അടുക്ക 2-3 കൊല്ലം മുമ്പ്. കാലമാണ്. അവർ കർത്താവിലേക്ക് വന്നാൽ മറ്റ് 10 മനുഷ്യർ വന്നേക്ക പവറായിരിക്കും. എന്താ കാര്യം, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ലോകത്തിൻ്റെ വെല്ലുവിളികൾക്ക് പ്രതിരോധിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ബലം അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ വലിയ സാക്ഷികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ പത്രം കൊടുക്കുമ്പോൾ ഡാറ്റസ് ലോയിങ് ഉണ്ട്. അത് നിങ്ങൾ ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ചെയ്യരുത്, കൊടുപ്പിക്കരുത്, ചോരരുത്. ഇതിന് അഭിമാനത്തോടെ, കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനത്തോടെ നിങ്ങളിത് കൊണ്ടേ കൊടുക്കണം. എനിക്ക് എന്താണ്, ഞാനിപ്പോൾ ആൾക്കാരൊന്നും കാണത്തില്ല. കാണണമെങ്കിൽ എന്ത് ചെയ്യും, എനിക്കറിയാം ഈ ഉടമ്പടി. ഇപ്പം ഞാൻ ആൾക്കാരെ എന്തിനാണ് കാണുന്നത്,
കാര്യം ഉടമ്പടി എന്ന് പറയുന്ന ആ ദൈവികമായ സംവിധാനം വൃത്തിയും മെനയുമായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ പരിശീലിപ്പിച്ചാൽ മതി. അത് വൃത്തിയും മെനയുമായിട്ട് അവരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഒരച്ഛനും കപ്പനും ആൾക്കാർ കാണേണ്ട കാര്യമില്ല. ആൾക്കാർ തന്നെ ദൈവത്തെ നേരിട്ട് കണ്ടോളൂ. അതിൻ്റെ സാക്ഷ്യങ്ങളല്ലേ നമ്മൾ കേൾക്കണത്. ഞാൻ കണ്ട ആൾക്കാരാണ് ഈ സാക്ഷ്യം പറയണതെല്ലാം. കാണാത്ത ആൾക്കാരാണ് 90% സാക്ഷ്യം പറയണത്. എന്താണ്? ആ ഉടമ്പടി അവർ വിശ്വസ്തയായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് വെച്ചാൽ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നാളെ അടുത്ത ആഴ്ച ജപ്തിയാണ്, അവരെ ഞാൻ കാണും. അടുത്ത ആഴ്ച ക്യാൻസർ ഓപ്പറേഷനാണ്, ഇവരെ ഞാൻ കാണും. പ്രഗ്നൻ്റായിട്ട് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് കുഴപ്പമുണ്ട്, ഒന്നെങ്കിൽ തള്ളയെ കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടുമെന്ന് പറയുമ്പോൾ അവരെ ഞാൻ കാണും. എന്താ കാര്യം? അങ്ങനെ പറയണത് അന്തിമ തീരുമാനം ആരാ പറയേണ്ടത്? ഡോക്ടറല്ല, ഈശോയല്ലേ പറയേണ്ടത്. തള്ളയും കുഞ്ഞും കിട്ടാൻ വേണ്ടിയല്ല കുഞ്ഞിനെ പ്രഗ്നൻ്റ് അല്ല. അവളെ കൊന്നിട്ട് കൊച്ചിനെ എടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നിട്ട് അവളെ എടുക്കാനാണ് അവളെ പ്രഗ്നൻ്റ് ആക്കിയ ദൈവം അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ തള്ളയുടെ സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. രണ്ടിൻ്റെ സെക്യൂരിറ്റിയിലാണ് ദൈവം അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാനുള്ള സ്ഥലമാണ് അൾത്താർ. അങ്ങനെയുള്ളവരെ കാണും. അവരെ കാണാൻ വേണ്ടി അധികം പണിയൊന്നുമില്ല നമുക്ക്. അവരുടെ പ്രഗ്നൻസി റിപ്പോർട്ട് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് കൊടുത്തു. ഇതാ റിപ്പോർട്ട്, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഉത്തരവാദിത്തമാണ് രണ്ടിനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവളോട് പറയും, നീ പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ മുമ്പിൽ വന്നിരിക്കും. അത് അധികാരമാണത്. എന്താ കാര്യം? അത് കർത്താവിൽ ഞാൻ ആശിക്കണതാണ്. കർത്താവിൽ ആശിക്കാൻ വേണ്ടി തന്നെയാണ് പട്ടം വാങ്ങിച്ചിരിക്കുന്നത്. കർത്താവിൽ ഇങ്ങനെ തളർന്നവനെ താങ്ങി നിർത്താനും മുറിവേറ്റനെ വെച്ച് കെട്ടാൻ വേണ്ടിയാണ് പട്ടം മേടിച്ചിരിക്കുന്നത്. എനിക്ക് പട്ടം കിട്ടി കാലം മുതൽ പട്ടത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പട്ടം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, 38 വർഷത്തെ കൃപാന ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ പഠിക്കണ കാലത്ത് തന്നെ 2.5 മണിക്കൂർ വെച്ച് രാത്രി കർത്താവിൻ്റെ മുമ്പ് നിന്നാണ് പ്രാർത്ഥിച്ച് പട്ടം മേടിച്ചിരിക്കണേ. പട്ടം കിട്ടിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയം ഉണ്ടായ ദൈവത്തിരുമസ് മോളെ, ഈ വിഷയം ഇത് ദൈവം ഇടപെടും, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയും. എന്താ കാര്യം? ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞാൽ മതി. കാര്യം എന്താ? ബാക്കിയുള്ള ചെയ്യേണ്ടത് ആരാണ്? ഞാനാണ് അവരുടെ കൂടെ പോയി ചെയ്യേണ്ടത്? അല്ല, ആരുടെ പേരിലാണത് പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്തോളും അത്. പിന്നെ കൃപാസനത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അമ്മ ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ ആനക്കാര്യമൊന്നും അല്ലത്. മര്യാദയ്ക്ക് ആ ഫോർമുല ഒന്ന് ഫോളോ ചെയ്താൽ മതി, ദൈവം പ്രത്യക്ഷപ്പെടും. ഇവിടെ ബലക്കുറവുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കുന്ന വഴിയാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്. അതാണ് കൊളോസ്യസ് 1:11 എടുത്ത്. കൊളോസ്യസ് 1:11 സന്തോഷത്തോടെ പറഞ്ഞു. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനെയുണ്ട് വരകണ്ട? കേട്ടില്ലേ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലം പ്രാപിക്കാനാണ് എടുക്കണത്. ഉടമ്പടി എടുക്കണത് ബലം പ്രാപിക്കാനാണെങ്കിൽ ആ ബലം പ്രാപിക്കുന്നതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രക്രിയയിൽ സഹനമുണ്ട്, ക്ഷമയും ഉണ്ട്. മനസ്സിലായില്ലേ? കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേലെ ഒരു സഹനവും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെ പ്രതി എടുക്കണം. പിന്നെന്താണ്? ഒരു ക്ഷമയുമുണ്ട്. ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? സഹനത്തിൻ്റെ ദീർഘക്ഷമ. സഹനം റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ക്ഷമയെന്ന് പറയുന്നത്. ഇത് ആരുടെ പേരിലാണ്? ക്രിസ്തുവിൻ്റെ പേരിലാണ് എടുക്കുന്നത്. ഉടമ്പടി ഒരു ജീവിതമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മയ്ക്കാണ്. ക്രിസ്തു വരെ അമ്മയെ ഡിസോൺ ചെയ്യും. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാലത്ത് വേപതനായിരിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ സഹനത്തോടെ ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും, ബലം പ്രാപിക്കും. ദൈവത്തിൽ നിന്നുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിച്ചാൽ പോലും ആ സഹനവും ക്ഷമയും നിങ്ങളെ ദൈവത്തിലുള്ള ബന്ധത്തിൽ ബലം പ്രാപിപ്പിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം പരമാവധി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ ഇടത് കൈ നെഞ്ചത്ത് വെച്ച് വലത് കൈ ശിരസിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിലെയും രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ വചനം ഇത്രയും നേരം കേട്ടതാണ്. ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ്. കർത്താവേ, അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേ നാഥനും രക്ഷകനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ശിരസിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവേ അവിടെ കൈകളെ കർത്താവ് നിന്റെ തിരുമുറുപാടുന്ന അണിപ്പെടുതാറുന്ന അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടിപ്പിണർ പോലെ വൈതാക്കാലം ദൈവികമായ സത്യം അവർക്ക് ആവശ്യിക്കണമേ. ഉച്ചമ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പെശുകളിലും രോഗാതിരമായ എല്ലാ പെശങ്ങളിലും കൊശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, suck with the precious blood, Lord, in peace spirit, I command you in the name of Jesus Christ to be healed. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചോണ്ട് ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, ആത്മയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, ആത്മയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, വിസ ഒത്തുവരാത്തവര്, PR കിട്ടാത്തവര്, തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവര്, കയറിപ്പോകാൻ ഉദ്യമിക്കുന്നവര്, ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, PSC പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റാങ്ക് ലിസ്റ്റ് ഉള്ളവർ, അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, സാമ്പത്തിക കടമുള്ളവർ, വസ്തു വിൽക്കാൻ പോകുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, കല്യാണം വിടുവിക്കാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ദുർനടപ്പുള്ളവർ, തെറ്റായ പ്രണയത്തിൽ പെട്ടുപോയവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ കേസിലായവർ, പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, മറ്റു തരത്തിലുള്ള കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ, വരുമാനത്തിൻ്റെ മാർഗങ്ങൾ, കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചിട്ടുള്ളവർ, അവിടെ വരെല്ലാം കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ, അങ്ങനെ തിരുമുറവാർന്ന് വലതുകരം മക്കളെ സ്ഥിതി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീട് കർത്താവേ, ജീവിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, വരാത്തവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ, ഒത്തുവരാത്ത കല്യാണങ്ങൾ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് രോഗങ്ങളുള്ളവർ, തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, വഴക്കുള്ളവർ, അതിഥി തർക്കമുള്ളവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന ഇടിമ കർത്താവിൻ്റെ വലിയ ശക്തി ഈ നിമിഷം ഇടപെട്ട് വരികയും മാർഗ രോഗങ്ങൾ, തീരാവേദിക ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. പക്ഷെ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്